പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ആംബുലൻസ് അപകടത്തിൽ ഡ്രൈവർക്ക് പരുക്ക്. കാറിന് ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ആംബുലൻസ് ഡ്രൈവർക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഷാരിഖ് നവാസ്, പാലക്കാട്. ഷാരിഖ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഇതിൽ 3 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ അപകടം ഉണ്ടാക്കാൻ കാരണം ആ കാറുകാരൻ. ആംബുലൻസ് ബാക്കിൽ വരുന്നുണ്ട്, അതിൻ്റെ ലൈറ്റ് ഓണാണ്. അത് സൈറൻ ഓണാണ്. സൈറൻ ഓൺ അല്ലെങ്കിൽ ലൈറ്റ് ഓണാണ്. കാറുകാരൻ അത്രയും അടുത്ത ആംബുലൻസ് എത്തിയിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അപകടത്തിൻ്റെ എല്ലാം ഉത്തരവാദി ആ കാറുകാരൻ മാത്രമാണ്. അതിൽ ഇനി ഒരു ന്യായീകരണമില്ല, ഒരു വർത്തമാനമില്ല. കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകും, ആ കാറുകാരൻ തന്നെയാണ് മുഴുവൻ അപകടത്തിൻ്റെയും ഉത്തരവാദി. ആ വണ്ടിയിലിരിക്കുന്ന രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും, അതിൽ ആർക്കെന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി കാറുകാരൻ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ആ ചേട്ടനോടാണ്. നടക്കാൻ വേണ്ടിയിട്ടാണ് നടപ്പാത ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്. പിന്നൊരു കാര്യമുള്ളത്, ഈ ഒമനി ആംബുലൻസിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഇപ്പോൾ ചെറിയ ചെറിയ റോഡുകളിലൊക്കെ അപകടം പറ്റി അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ഒമനി ആംബുലൻസ് ആയാലും ഒമനി തന്നെയല്ലേ. ഒമനീനല്ല കേട്ടോ കുറ്റം പറയുന്നത്. പക്ഷേ ഒമനി ആംബുലൻസിലേക്ക് മാറുന്ന സമയത്ത് ഇതുപോലെ നല്ല സ്പീഡിൽ പോകേണ്ട വാഹനമാണ് ഈ ആംബുലൻസ്, ഫയർഫോഴ്സ്, അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വണ്ടികൾ വേണ്ടേ? ഈ ഒമനി എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് വളവ് തിരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു നോർമൽ ആംബുലൻസ് പോലെ, വലിയ ആംബുലൻസ് പോലെയുള്ള ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കിൽസ്, ആംബുലൻസ് ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇതിൽ ആംബുലൻസിലും ഫയർഫോഴ്സിലൊക്കെ വണ്ടി ഓടിക്കുന്നവരല്ലേ, പ്രത്യേകിച്ച് ആംബുലൻസ്. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു വണ്ടിയാണ് ഒമനി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നൊരു വണ്ടി തന്നെയാണ്. പിന്നെ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാലും വലിയ അപകടമാണ് ഒമനി ഉണ്ടാകുന്നത്. കാരണം ഒമനിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. കാരണം ഒരു ഡ്രൈവർ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓട്ടോ കാറിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഒമനിൻ്റെ ഫ്രണ്ട് വളരെ അടുത്തായിരിക്കും, ഗ്ലാസിനോട് ചേർന്നിട്ടായിരിക്കും. പിന്നെ ഡ്രൈവർ ഇരിക്കുന്നതാണെങ്കിലും കാലിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. കാരണം കാലിങ്ങനെ ഫ്രണ്ടിലേക്കാണ് ഒമനിൻ്റെ വരിക. ഇടിച്ച നേരെ ഇങ്ങോട്ട് കയറും ഉള്ളിലേക്ക്. ഈ മുകൾ ഭാഗം എങ്ങനെയാണെങ്കിലും അടിഭാഗം എങ്ങനെയാണ് വരിക, അതിങ്ങനെ കാലിന് കയറും ഉള്ളിലേക്ക്. അതൊന്ന്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ ആംബുലൻസിൽ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒന്ന്, അതിലൊരു സംശയമില്ല, കാരണമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. നോക്കാണ്ട് വണ്ടി എടുത്തിട്ടാണെങ്കിൽ ശിക്ഷ ആൾക്ക് കിട്ടുകയും വേണം. രണ്ട്, ആ ചേട്ടനോട് മാത്രം എല്ലാവരോടും നടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ വന്നായിരുന്നു, നടന്നോർത്ത് കൂടെ ഒരു സ്കൂട്ടി ഓടിച്ചത് ബ്ലോക്ക് ചെയ്തിട്ട് വലിയതായി. അതേപോലെ തന്നെയാണ് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നടപ്പാത.